അച്ഛനെ തെമ്മാടി ചെറ്റത്തരമാണ്. ചെറ്റകളായിട്ടുള്ള ഓഡിയോ ഡൗൺ ചെയ്യും. കാരണം ബിരിയാണി അല്ലേ, ഇനി അതുമേ തൊട്ടാൽ അതൊരു പ്രവാചക നിന്ദയാവണ്ട. എന്താ രാമേന്ദ്ര പ്രശ്നം? LDFന്റെ ദേഹത്ത് തൊടാൻ പറ്റാത്ത ഒരു പശ്ചാത്തലത്തിൽ അവർ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ബിരിയാണി ചെമ്പിലിട്ട് കേരളത്തിലെ നാട്ടുകാർക്കിടയിൽ വിളമ്പാനും അത് വെട്ടിവിഴുങ്ങി ഛർദ്ദിക്കാൻ കുറെ മാധ്യമങ്ങളുണ്ട്. അത് അതേപോലെ തന്നെ വീണ്ടും വിഴുങ്ങി ഛർദ്ദിക്കാൻ കുറെ വലതുപക്ഷ നേതാക്കന്മാരുണ്ട്. ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന ഉടനെ അതെടുത്തുകൊണ്ട് ചെമ്പുമായിട്ട് സമരം നടത്താൻ വേണ്ടി കുറെ യൂത്ത് കോൺഗ്രസ്സുകാർ നാട്ടിലുണ്ട്. അതിനെ രാഷ്ട്രീയമായി നേരിടുക, നിയമപരമായി നേരിടുക. ഞങ്ങളുടെ യുദ്ധം ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. ഹാഷ്മിക്ക് ചിലപ്പോൾ വിഷമം തോന്നുകയായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഭാര്യ ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കടത്തി, മകള് സ്വർണം കടത്തി എന്ന് ഹാഷ്മിക്ക് കേട്ടാൽ വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല. വ്യക്തിപരമാക്കുന്ന എന്തിനാണ് സേൽകുമാർ? ഇത് വ്യക്തിപരമാക്കുന്ന എന്തിനാണ്? ഈ പൊട്ട ബുദ്ധി പറയുന്ന RSSകാരന്റെ അരിയുടെ ചെമ്പ് താങ്ങാൻ നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള യൂത്ത് കോൺഗ്രസ്സുകാര് എന്ത് മര്യാദയാണ് നിങ്ങൾക്കുള്ളത്? അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. പിന്നെ ബിരിയാണി മുകളിൽ വെച്ചിട്ട് അടിയിൽ സ്വർണം വെച്ചപ്പോൾ പെട്ടെന്ന് കണ്ടിട്ടുണ്ടാവില്ല. കാരണം ബിരിയാണി അല്ലേ, ഇനി അതുമേ തൊട്ടാൽ അതൊരു പ്രവാചക നിന്ദയാവണ്ട എന്ന് വിചാരിച്ചിട്ടാവാം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അവര് ബിരിയാണിയുടെ മുകളിൽ മാത്രം നോക്കി അടി നോക്കാതിരുന്നത് കഷ്ടമാണ്. കഷ്ടമാണ്. ബിരിയാണിയിൽ പോലും അതൊക്കെ കൊണ്ട് കണക്ട് ചെയ്യുന്ന അങ്ങയുടെ ബിരിയാണിയിൽ പോലും അതൊക്കെ കൊണ്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പരമദയനീയമാണ്. അല്ല, ബിരിയാണിയിൽ പോലും അതൊക്കെ കൊണ്ട് കണക്ട് ചെയ്യാണെങ്കിലേ ബി ഗോപാലകൃഷ്ണൻ നന്നായിരിക്കട്ടെ. അല്ല, ഞാൻ തിരുത്തി ശിവകുമാർ, ഞാൻ തിരുത്തി ആണോ? ഞാൻ തിരുത്തി അൽകുമാർ, ഞാൻ തിരുത്തി അൽകുമാർ. അത് വൃത്തികേടാണെന്ന് ഞാൻ പറഞ്ഞു. അത് പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അത് വൃത്തികേടാണെന്ന് ഞാൻ പറഞ്ഞു. അത് വൃത്തികേടാണെന്ന് ഞാൻ പറഞ്ഞു. ശ്രീ ഗോപാലകൃഷ്ണൻ ദയവായി ശരി ഈ ബിരിയാണി ഏതെങ്കിലും പ്രവാചകൻ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണമൊന്നുമല്ലോ വർഷം. തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ശരി ബി ഗോപാലകൃഷ്ണൻ, ശരി ബിരിയാണി ഏതെങ്കിലും മതക്കാർ കഴിക്കുന്ന ഭക്ഷണമൊന്നുമല്ല. അതിനെ അങ്ങനെ കൊണ്ട് കണക്ട് ചെയ്യണ്ട. വൃത്തികേടാണത്. അത് വൃത്തികേടാണ്, പര വൃത്തികേടാണ്. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? ഞാൻ പറയട്ടെ, പ്രവാചകനുമായിട്ടല്ല കണക്ട് ചെയ്ത്. നിങ്ങൾ മനസ്സിലാക്കാണ്ട് വെറുതെ വായി തോന്നി വിളിച്ചു പറയല്ലേ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. ഞാൻ പറഞ്ഞത് RSS എന്നാണ്. RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പ്രവാചകനോട് ചെയ്യാണോ ബിരിയാണി? മര്യാദകേടല്ലേ ഗോപാലകൃഷ്ണൻ താങ്കൾ പറഞ്ഞത്? അത് തിരുത്തണ്ടേ? എന്ത് ബിരിയാണി? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. നിങ്ങൾ എന്നെ ഒരു മിനിറ്റ്, എനിക്ക് മനസ്സിലായില്ല. ഇല്ല, ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു. ഗോപാലകൃഷ്ണൻ പറയും. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ പരവർഗീയത പറഞ്ഞ് മുന്നോട്ട് പോകണ്ട. രാഷ്ട്രീയ ആരോപണത്തിന് രാഷ്ട്രീയ മറുപടി അതല്ല നല്ലത്. ബി ഗോപാലകൃഷ്ണൻ ചർച്ച ഇങ്ങനെ ആവാൻ കാരണം താങ്കളുടെ പരാമർശമാണ്. ഇത് ഉമ്മാരുടെ ആദ്യത്തെ പരിപാടിയൊന്നുമല്ല. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത RSSനെ ഇവിടെ വിളിച്ചുകൊണ്ടുവരുന്നു. അങ്ങനെ വിളിച്ചുകൊണ്ടുവന്ന RSS എന്ന് പറഞ്ഞാൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ബിരിയാണിയെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടും. ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ? നിങ്ങൾ ഒരു കാര്യമില്ലാതെയാണ് ഈ RSSനെ വലിച്ചിടുന്നത്. ഈ RSS എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. RSS എന്ന് പറഞ്ഞ് ഇന്ന് ദേശാഭിമാനി എഴുതി വെച്ചിട്ടുണ്ട്. RSSന്റെ ബന്ധം എന്താ? ഏതടിസ്ഥാനത്തിലാണ് ഈ RSSനെ ഇതിനകത്ത് പഠിക്കുന്നത്? അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. എനിക്കത് ഹാഷ്മിയോടെ ചോദിക്കാനുള്ളത്. ഷാജി കിരൺ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറയുന്നു. ചർച്ച കേട്ടോണ്ടിരിക്കും. അതൊക്കെ തെറ്റിദ്ധരിച്ച് കേട്ടതാണ്. അങ്ങ് ഈ ബിരിയാണി ബന്ധത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, അങ്ങ് ഈ ബിരിയാണിയുടെ കണക്ഷൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ എന്തോ തെറ്റായി കേട്ടതാണ്. താങ്കൾക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നതിനോടാണോ വിശ്വാസം? അത് സ്വപ്ന പറയുന്നതിനോടാണ് വിശ്വാസം? സംശയം എന്താണ്? മുഖ്യമന്ത്രി പറയുന്നതിനോടാണ്. ഞാനത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചോദിച്ചത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്കേ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വേറൊരു സ്ത്രീ വയനാട്ടിൽ നിന്നുകൊണ്ട് കെ സുരേന്ദ്രനെതിരായിട്ട് ഒരു മൊഴി പറഞ്ഞു. അന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു അത് ശരിയല്ല മൊഴിയെന്ന്. ആര് പറഞ്ഞു? സീതയും കെ സുരേന്ദ്രനും തമ്മിൽ സംസാരിച്ച ശബ്ദ സംഭാഷണം എന്റെ ശബ്ദമല്ല സുരേന്ദ്രൻ പറഞ്ഞു എപ്പോഴെങ്കിലും? അങ്ങ് വെറുതെ അനാവശ്യമായ സാധനം കൊണ്ടിട്ട് അങ്ങ് തന്നെ കുരുക്കിലാവരുത്. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. ഞാൻ പറയാത്ത കാര്യം പറയരുത്. ഇപ്പൊ നമ്മൾ ക്യാമലിന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ
ഒട്ടകത്തിന് മുകളിൽ കയറി യാത്ര ചെയ്തതിനെ പറ്റി പറയുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്നെ ആക്കിയതാ ക്യാമൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ ഒട്ടകത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്തതിനെ പറ്റി പറയുന്നതിൽ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ശരി, രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. യൂത്ത് കോൺഗ്രസ്സുകാരന്റെ വിവരക്കേട് ഇവിടെയാണ്. യൂത്ത് കോൺഗ്രസ്സുകാരന്റെ വ്യക്തിപരമാവണ്ട. ഇല്ല, ഒന്നും വ്യക്തിപരമാവണ്ട. കിടന്ന് ഞാനാ നീ ഇല്ല, ഒന്നും വ്യക്തിപരമാവണ്ട. അല്ല, ഞാൻ താങ്കൾ പറഞ്ഞ വിവരക്കേട് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. സി ബി ഗോപാലകൃഷ്ണൻ, അല്ല, രാഹുലിന്റെ സമയമാണ്. രാഹുലിന്റെ സമയമാണ്. സി ബി ഗോപാലകൃഷ്ണൻ അടങ്ങും പ്ലീസ്. അല്പസമയം രാഹുൽ മറുപടി പറയാൻ പോകുന്നു. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. രാഹുൽ മറുപടി പറയാൻ പോകുന്നു. യെസ്, അത് പറ. വായി തോന്ന് വിളിച്ചു പറയരുത്. ഒരു ചർച്ചയ്ക്ക് വന്നിട്ട് വായി തോന്ന് വിളിച്ചു പറയുന്ന അയാളാണ്. നികുതി അളവ് ഞാനാണോ ബി ഗോപാലകൃഷ്ണൻ? താങ്കൾ രാഹുലിനെ മറുപടി പറയാൻ അനുവദിക്കാതിരിക്കുകയാണോ ഗോപാലകൃഷ്ണൻ? ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? അല്പസമയം സംയമനം പാലിക്കണം. അനാവശ്യമായ കോയിനേജുകൾ താങ്കൾ കൊണ്ടുവന്ന് താങ്കളാണ് ഈ ചർച്ചയിൽ. പോട്ടെ, അത് വിടൂ. അനാവശ്യ കാര്യമാണെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞത് അനാവശ്യമാണെന്ന് നമുക്കറിയാം. ശരി. രാഹുൽ കേരളമാണ് സാർ. ഇത് കേരളമാണ് സാർ. അവന്റെ മോന്ത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കണ്ട. ഇത് കേരളമാണ് സാർ. ഇത് കേരളമാണ് സാർ. നിങ്ങൾ പറയുന്ന മാതിരിയല്ല. ഇത് കേരളത്തിൽ ജീവിക്കുന്നവരാണ്. ഞാൻ പറയാത്ത കാര്യം പറ്റത്തില്ല സാർ. അടിച്ചു പഴുത്തിരിക്കുക വിട്ടേര്. ഹാഷ്മിയെ പറ്റി, ഹാഷ്മി സ്വർണം കടത്തി, ഹാഷ്മിയും കുടുംബവും സ്വർണം കടത്തി എന്ന് പറഞ്ഞാൽ ഹാഷ്മി സമാധാനത്തെ കിടന്നുറങ്ങുമായിരിക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ സാറേ, ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയൻ ഒഴിയണം എന്ന് പറയുന്നത് മാറ്റി പറയാൻ പറ്റും. എനിക്കിങ്ങനെ അറിയുള്ളൂ. അധികാര ദുർവിനിയോഗമാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. അതായത് പിണറായി വിജയനെതിരായിട്ട് കേസ് കൊടുത്തു, അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചു എന്നതിന്റെ പേരിൽ ആ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരായിട്ട് 3 കേസുകൾ പൊടി തട്ടിയെടുക്കുക. നിങ്ങൾ നിർത്തിയെടുത്തുന്ന്, അന്വേഷണം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്തുന്ന്. ഇപ്പൊ എന്താണ് ബിരിയാണി പറയുന്നത്? ആ ബിരിയാണി എന്ന് പറയുന്നത് വെറുതെ മനുഷ്യൻ കഴിക്കുന്ന ബിരിയാണി അല്ല, അതൊരു പ്രതീകമാണ്. ആ പ്രതീകം എങ്ങോട്ടേക്ക് നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് പ്രവാചക നിന്ദയിലൂടെ ബി ഗോപാലകൃഷ്ണൻ RSSകാരനിവിടെ തെളിയിക്കുന്നത്. പ്രവാചക നിന്ദ നടത്തുന്ന തെമ്മാടിത്തരത്തെക്കാൾ കൂടുതൽ അത്തരം തെമ്മാടിത്തരങ്ങൾ നടത്തുന്ന RSSന് അരി നിൽക്കുന്ന പണിയാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. RSSനെതിരെ പറഞ്ഞ നാട്ടിൽ കേസുണ്ടാവില്ല. കാരണം എന്താണ്? ഇന്ത്യ രാജ്യത്തിന്റെ ഒരു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയല്ല RSS കേസ് കൊടുത്താൽ രാഹുൽ ഗാന്ധി പേടിക്കും, ഞാൻ പേടിക്കില്ല. അതിന് കാരണം എന്താണ്? RSS എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് രജിസ്റ്റേഡ് സംഘടനയല്ല. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഇതാണ് അല്ലല്ല, എനിക്ക് സമയമില്ല, ഞാൻ മീഡിയ അവിടെ പോകണം. അതുകൊണ്ടല്ല ഇതിങ്ങനെ മര്യാദ നേരത്തെ ഒരു മര്യാദ പറഞ്ഞത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ചെറ്റത്തരമാണ്. ചെറ്റകളായിട്ടുള്ള നീ വായി തോന്നു വിളിച്ച് പറയരുത് കേട്ടോ. ഓഡിയോ ഡൗൺ ചെയ്യൂ. ചെറ്റത്തരം എന്ന വാക്കൊന്നും പറയണ്ട സി ബി ഗോപാലകൃഷ്ണൻ. താങ്കൾ ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തനല്ലേ? ഓഡിയോ വെക്കൂ പ്ലീസ്. ഓഡിയോ വെക്കൂ. വേണ്ടായിരുന്നു. ഭയങ്കര മോശമായി പോയി. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ തെമ്മാടി എന്ന വിളി പോലാണോ ചെറ്റ എന്നുള്ള വിളി? അതിന്റെ വാക്കിന്റെ അർത്ഥം താങ്കൾ അറിയാമോ? എന്താണ് ചെറ്റത്തരം? ആ വാക്കിന്റെ അർത്ഥം അറിയാമോ? ചെറ്റത്തരം. ആ വാക്കിന്റെ അർത്ഥം അറിയാമോ? ഞാൻ ചെറ്റാന്നല്ല, ചെറ്റത്തരം എന്നാ പറഞ്ഞത്. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ആ വാക്കിന്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്വതയെങ്കിലും താങ്കൾ കാണിക്കേണ്ട സി ബി ഗോപാലകൃഷ്ണൻ. ഈ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള ചെറുപ്പക്കാരന്റെ പക്വതയെങ്കിലും താങ്കൾ കാണിക്കണ്ടേ? ഈ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരന്റെ പക്വതയെങ്കിലും താങ്കൾ കാണിക്കേണ്ട സി ബി ഗോപാലകൃഷ്ണൻ. വാ തുറന്ന തെറിയുടെ പൂരാ. ചെറുപ്പക്കാരനൊക്കെ മാറ്റിവെക്കുക. ചെറുപ്പക്കാരന്റെ പക്വതയെങ്കിലും താങ്കൾ കാണിക്കണ്ടേ? താങ്കൾ ആദ്യം പറഞ്ഞ ഏറ്റവും റിഗ്രസീവായ ഒരു കമന്റ് താങ്കൾക്കറിയാം. താങ്കൾ എത്ര നിഷേധിച്ചാലും താങ്കൾക്കറിയാം. അത് ഈ ചർച്ചയിൽ കൂടി കേരളം കേൾക്കാൻ അതിന് ദുര്യോഗം ഉണ്ടായത് എനിക്കാണ്. പിന്നെയും താങ്കൾ ആവർത്തിക്കരുത്. അല്ല, സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു നിനക്ക്. എന്നെ തെമ്മാടി എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നോ? തെമ്മാടി ഒന്നും വിളിച്ചപ്പോൾ നിങ്ങൾ മിണ്ടിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ മിണ്ടിയോ? ഈ ചാനൽ ചർച്ചയില് ഞാൻ പറയാത്ത കാര്യം എന്നെ ചെമ്മാടി എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ മിണ്ടിയോ? എന്തിന്റെ കുഞ്ഞാണോ ഇത്? താങ്കളുടെ വീട്ടിലുള്ള ആളുകളോട് താങ്കളുടെ വീട്ടിലുള്ള ആളുകളോട് തെമ്മാടി ഒരാളും ഈ വാക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. താങ്കളുടെ വീട്ടിലുള്ള ആളെ തെമ്മാടി അച്ഛനെ തെമ്മാടി ഇവൻ ആളും ഉണ്ടെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. തെമ്മാടി ഇതുപോലെ അധമ സംസ്കാരം പേറുന്ന, ഉയർന്ന സവർണ ബോധവും ജാതി ചിന്തയും പേറി നടക്കുന്ന, മസ്തിഷ്കത്തിനകത്ത് വരെ സവർണ ചിന്താഗതികൾ കൊണ്ട് മാത്രം നടക്കുന്ന ആളുകളെ ഇത്തരത്തിൽ കേരളം പോലെ ഉയർന്ന സാംസ്കാരിക സാമൂഹ്യ ബോധമുള്ള ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ചർച്ചയ്ക്ക് വിളിക്കാതിരിക്കാനുള്ള മര്യാദ നിങ്ങൾ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കുന്ന ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി വരും.